അമ്മയോടുള്ള സ്നേഹം. കൂട്ടുകാരെ, ഇത് പാത്തു എന്നൊരു കുഞ്ഞാടിൻ്റെ കഥയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മയെ ഒത്തിരി ഇഷ്ടമാണല്ലേ? പാത്തുവിനും അവളുടെ അമ്മയെ ജീവനേക്കാൾ ഇഷ്ടമാണ്. ഒരു ദിവസം നമ്മുടെ പാത്തു ഒരു പൂമ്പാറ്റയെ കണ്ടു. അവൾ അതിന് പിന്നാലെ പോയി. ദൂരെ എങ്ങും പോവല്ലേ എന്ന് പാത്തുവിൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അത് ശ്രദ്ധിക്കാതെ കാട്ടിനുള്ളിലേക്ക് പോയി. അമ്മ പാത്തു വരുന്നതും നോക്കി നിപ്പായി. നേരം കുറച്ചു കഴിഞ്ഞിട്ടും പാത്തുവിനെ കാണാൻ പാത്തുവിൻ്റെ അമ്മയ്ക്ക് പേടിയായി. സിംഹവും പുലിയും ഒക്കെയുള്ള കാടാണ്. അമ്മ കറുമ്പി പശുവിനോട് പറഞ്ഞ് പാത്തുവിനെ തേടി കാട്ടിനുള്ളിലേക്ക് പോയി. ഒരു വലിയ ആപത്തിലേക്കാണ് പോകുന്നതെന്ന് ആ അമ്മ അറിഞ്ഞില്ല. കടുവ പാത്തുവിൻ്റെ അമ്മയെ കടിച്ചു വലിച്ച് കാട്ടിനുള്ളിലേക്ക് പോയി. നടന്നതൊന്നും അറിയാതെ പാത്തു വീട്ടിലേക്ക് തിരിച്ചെത്തി. പാത്തുവിനെ തിരഞ്ഞ് അമ്മ കാട്ടിലേക്ക് പോയ കാര്യം കറുമ്പി പാത്തുവിനോട് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി പാത്തു അമ്മയെ തിരഞ്ഞ് കാട്ടിലേക്ക് ഓടിപ്പോയി. അമ്മയെ തിരഞ്ഞു നടന്ന് പാത്തു അമ്മയെ കടുവ പിടിച്ച സ്ഥലത്തെത്തി. നടക്കുമ്പോൾ പാത്തുവിൻ്റെ കാലിൽ മണി തട്ടി. ഇത് അമ്മയുടെ മണിയാണല്ലോ, ഇത് എങ്ങനെ ഇവിടെ എത്തി? അയ്യോ, ഇവിടെ ചോരപ്പാടുകളും ഉണ്ടല്ലോ. എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും? പാത്തു ചോരപ്പാടുകൾ നോക്കി നടന്നു. ഒരു വലിയ ഗുഹയിലേക്കായിരുന്നു കടുവ അമ്മയെ വലിച്ചു കൊണ്ടുപോയത്. ചോരപ്പാടുകൾ നോക്കി നടന്ന് പാത്തു അമ്മയ്ക്കരികിലെത്തി. അമ്മേ, അമ്മയ്ക്ക് എന്താ അമ്മയെ പറ്റിയത്? എങ്ങനെയാ അമ്മ ഇവിടെ എത്തിയത്? വാ അമ്മേ, നമുക്ക് പോകാം. മോളെ പാത്തു, അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നു മോളെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നാണ് അമ്മ വിചാരിച്ചത്. കടുവ വരുന്നതിന് മുന്നേ എൻ്റെ മോൾ രക്ഷപ്പെടണം. ഇല്ല അമ്മേ, അമ്മയില്ലാതെ എനിക്ക് ജീവിക്കണ്ട. അമ്മയില്ലാതെ ഞാൻ പോവില്ല. കടുവ എന്നെയും പിടിച്ചോട്ടെ. അപ്പോഴേക്കും കടുവ അവിടെ എത്തി. അമ്മയ്ക്ക് പകരം തന്നെ ആഹാരമാക്കാൻ പാത്തു കടുവയോട് പറഞ്ഞു. ഒന്നും ചെയ്യാനാവാതെ ആ അമ്മ പിടഞ്ഞു. കൊള്ളാം, ആദ്യം നിന്നെ തന്നെ അകത്താക്കാം എന്ന് പറഞ്ഞ് കടുവ പാത്തുവിൻ്റെ അടുത്തേക്ക് വന്നു. ഒരു നിമിഷം കടുവ പാത്തുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പാത്തുവിൻ്റെ ധൈര്യവും അമ്മയോടുള്ള സ്നേഹവും കണ്ട് കടുവയുടെ മനസ്സലിഞ്ഞു. ശക്തനായ ആ കടുവ ഒരു നിമിഷം തൻ്റെ അമ്മയെക്കുറിച്ചോർത്തു. അമ്മയോടൊത്തുള്ള സന്തോഷം അധിക നാളുണ്ടായിരുന്നില്ല. വേട്ടക്കാർ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കൊച്ചു കടുവ നിസ്സഹായനായിരുന്നു. പാത്തുവിനെയും അമ്മയെയും ഉപദ്രവിക്കാൻ പാടില്ലെന്ന് കടുവ തീരുമാനിച്ചു. കടുവ തന്നെ അവരെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടു. കറുമ്പി അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. കടുവയുടെ കൂടെ പാത്തുവിനെയും അമ്മയെയും കണ്ടപ്പോൾ കറുമ്പിക്ക് വിശ്വസിക്കാനായില്ല. 3 പേരോടും യാത്ര പറഞ്ഞ് കടുവ അവിടെ നിന്നും പോയി. നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ അവർക്ക് തോന്നി. അമ്മയെ തിരിച്ചു കിട്ടിയ പാത്തുവിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു.
എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ആൻഡ് ടേക്ക് കെയർ.